ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഫ്രൈഡേ സ്പെഷ്യലായ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ആരും പറഞ്ഞു തരാത്ത ഈ സ്പെഷ്യൽ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ഒന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. ഞാൻ ഈ പാത്രത്തിലാണ് കേട്ടോ തേങ്ങാച്ചോറ് വയ്ക്കുന്നത്. ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ചോറ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതരിയാണ് എടുക്കുന്നത് അതിൻ്റെ വേവിനനുസരിച്ചിട്ട് വേണം കേട്ടോ വെള്ളം ചേർക്കാനായിട്ട്. ഇതിലേക്ക് കഴുകി വെച്ചിരുന്ന അരി കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ചുവന്നുള്ളി കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളി ഇല്ലെങ്കിൽ സവാള അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. സവാളയ്ക്ക് പകരം ചുവന്നുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് കൂടി ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കറുവാപ്പട്ടയും 2-3 ഗ്രാമ്പൂവും 2 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഉറപ്പായിട്ടും ചേർക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഡാൽഡ. 1.5 ടേബിൾ സ്പൂൺ ഡാൽഡ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വലിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനിതിൽ ചേർത്തിരിക്കുന്ന വെള്ളം കറക്റ്റായിട്ടാണ് ഇട്ട് കിട്ടിയിരിക്കുന്നത്. 2 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 2.25 കപ്പ് തേങ്ങാപ്പാൽ വേണം ചേർക്കാനായിട്ട്. ഇതാകുമ്പോൾ കറക്റ്റായിട്ട് ചോറൊന്നും ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഈ അരിയും വെള്ളവും കൂടി നല്ലതുപോലെ തിളച്ച് വരണം. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ചോറ് വേകുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള കറി റെഡിയാക്കി എടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൈ ചെയ്തിട്ടാണ് കറിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ ചിക്കൻ മുഴുവനായിട്ട് കോരിയെടുത്തതിന് ശേഷം ഇതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചിക്കൻ ഞാൻ ഫ്രൈ ആക്കി എടുത്തത് സൺഫ്ലവർ ഓയിലിലാണ്. അപ്പോൾ ഈ അതേ ഓയിലിൽ തന്നെയാണ് കേട്ടോ ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ ഓയിലും വെളിച്ചെണ്ണയും കൂടി മിക്സ് ആക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എങ്കിലാണ് ഇതുപോലെ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. സവാള നല്ലതുപോലെ വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയുള്ള പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി കൂടി ചേർത്തിട്ട് തക്കാളിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഉടഞ്ഞു വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി എല്ലാം നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. മുളക് പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യമുള്ളവർക്ക് ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ആ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് ഒരു നല്ല സ്മെല്ല് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്കിതിലേക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം.
ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇത് ഞാൻ ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഗ്രേവി ഇല്ലാതെ ഇതുപോലെ വരട്ടിയെടുക്കാനാണ് ഇഷ്ടമെങ്കിൽ നമുക്കിതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട്. വിനാഗിരിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് തൈര് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തേങ്ങാച്ചോറൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ചോറ് പോലും ഒട്ടിപ്പിടിക്കാതെ നല്ല സൂപ്പറായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനിലെ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ ഈ 2 റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. ഈ ഒരു ചിക്കൻ കറി നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയാൽ ഉറപ്പായിട്ടും ഇഷ്ടമാവും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് ഇടാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.